അത്യാവശ്യം ഓർഡറുള്ള സമയത്ത് നമുക്കൊരു മുട്ടൻ പണി കിട്ടി എങ്ങനെ ഇരിക്കും. അങ്ങനെ എനിക്ക് ഈ ബീറ്റർ വഴിയാണ് ഒരു മുട്ടൻ പണി കിട്ടിയത്. ഇത് സെക്കൻഡ് ടൈമാണ് ഈ ബീറ്റർ എനിക്കിട്ട് പണി തരുന്നത്. ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പാടിച്ചേട്ടനും രമ്യ ചേച്ചി തന്ന ഈ ബീറ്റർ വെച്ചിട്ടാണ്. പണിയെടുത്തപ്പോൾ അതൊരു സൈഡിലേക്ക് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹാവൽസിൻ്റെ പുതിയ ബീറ്റർ മേടിക്കുന്നത്. കട്ടപ്പന ഹൈറേഞ്ചിൽ നിന്നാണ് ഹാവൽസിൻ്റെ പുതിയ ബീറ്റർ മേടിച്ചത്. മേടിച്ച് 2 മാസത്തിനുള്ളിൽ എനിക്ക് ആദ്യത്തെ പണി കിട്ടി. പെട്ടെന്ന് അതങ്ങ് വർക്കിംഗ് നിർത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, വാറൻറ്റി ഉള്ളത് കൊണ്ട് അത് സർവീസിന് കൊടുത്തു. ആ സർവീസിന് എടുത്ത് അത് പിന്നെയും വർക്കിംഗ് തുടങ്ങി. സെക്കൻഡ് ടൈമാണ് ഇതിപ്പോൾ കേടായിരിക്കുന്നത്. ഇത് റീപ്ലേസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പകുതി ദൂരം ബസ്സിലും പകുതി ദൂരം ബൈക്കിലുമാണ് പോയത്. ഓൾറെഡി അവിടുത്തെ മാനേജറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും അവിടെ എത്തി സ്റ്റാഫിനോട് കാര്യം പറഞ്ഞപ്പോൾ അവർ മാനേജറെ വിളിച്ചപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെയിം കമ്പനി ഇല്ല, പകരം വേറെ കമ്പനി തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. നമുക്ക് എന്തായാലും ഓക്കെ ആയിരുന്നുണ്ട്. ഫിലിപ്സിൻ്റെയാണ് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാബേ അതും വാങ്ങിച്ച് എക്സ്പ്രൻറ്റിൽ പോയി കുറച്ച് പ്രിൻറ്റ്സ് എടുക്കാനുള്ളത് എടുത്ത് ചേച്ചിക്ക് പോയി കുറച്ച് സാധനങ്ങളോട് മേടിച്ചിട്ട് ചായ കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ജോൺസ് കിച്ചണിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു. എന്തായാലും വീട്ടിലെത്തി പുതിയ ആളെ ഒന്ന് പരീക്ഷിക്കുകയും കൂടെ ചെയ്തു. ഇനി ഇതെന്താവുമോ എന്തോ.